നമസ്കാരം, എല്ലാവർക്കും ബ്രേക്ക് ത്രൂ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഒരു പോർഷൻ ആണ്. എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതും പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ എങ്ങനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വെലോസിറ്റിയിലേക്ക് പോവാം. കാരണം ആക്സിലറേഷൻ പറയുന്നുണ്ടെങ്കിൽ വെലോസിറ്റി നമുക്കറിയാം. അപ്പൊ വെലോസിറ്റി എന്താണെന്ന് പറയാം. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലെങ്ത് മീറ്ററിലാണ് മെഷർ ചെയ്യുക. ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ടൈം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഇത് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വെലോസിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാം? ഓക്കെ, സിമ്പിൾ ആണ്. ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യൂണിറ്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഈ ലെങ്തിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ലെങ്ത് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, കാരണം അത് ലെങ്ത് ആണ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ, ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോ ബൈ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. മീറ്റർ ബൈ സെക്കൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് എഴുതുമ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഈ സ്ലാഷിൽ പെർ എന്നും വായിക്കാറുണ്ട്, ബൈ എന്നും വായിക്കാറുണ്ട്. യൂണിറ്റ് പറയുമ്പോൾ നമുക്ക് കൂടുതലും പെർ എന്നാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. മീറ്റർ ബൈ സെക്കൻഡ് ഓർ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ്. വെലോസിറ്റി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോ ആക്സിലറേഷന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയണം, ടൈമിന്റെ യൂണിറ്റ് അറിയണം. വെലോസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെങ്കിൽ മീറ്റർ ബൈ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് ബൈ ടൈം. അപ്പൊ വീണ്ടും ഒരു സെക്കൻഡ്. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 സെക്കൻഡ് വരും. മുകളില് മീറ്റർ വരും, താഴെ 2 സെക്കൻഡ് വരും. സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് വരും. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതായത് മീറ്റർ ബൈ സെക്കൻഡ്. അതെന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് ബൈ ടൈമിന്റെ യൂണിറ്റ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ ബൈ സെക്കൻഡ്. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 സെക്കൻഡ് വരും. സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് വരും. സെക്കൻഡ് സ്ക്വയർ ഔട്ടാണ്. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ ഫോഴ്സ് നോക്കാം. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. എങ്ങനെയാണ് ഫോഴ്സിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക? ഇതുപോലെ തന്നെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം, അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം മാസിന്റെ യൂണിറ്റ് എന്താണ്? SI സിസ്റ്റത്തിൽ നമ്മൾ മാസിന്റെ യൂണിറ്റ് എന്താണ് പറയാറ്? കിലോഗ്രാം ആണ്. SI സിസ്റ്റത്തിൽ നമ്മൾ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമിലാണ് പറയാറ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
ഓക്കെ, അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ കിലോഗ്രാം ഇൻറ്റു മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷന്റെ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് ഇൻറ്റു ആക്സിലറേഷന്റെ യൂണിറ്റ്, അതായത് കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്കറിയാം SI സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ വിളിക്കുന്ന വേറെ പേരാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് SI സിസ്റ്റത്തിലാണ്. MKI സിസ്റ്റത്തിൽ എന്താണ് വരിക? MKI സിസ്റ്റത്തില് ലെങ്ത് മീറ്ററിലാണ് പറയാ, ദെൻ മാസ് കിലോഗ്രാമിലാണ് പറയാ, ടൈം എന്തിനാണ് പറയാ? സെക്കൻഡിലാണ് പറയാ. അപ്പൊ MKI സിസ്റ്റത്തില് മാസ് കിലോഗ്രാമിലാണ് പറയാ, ലെങ്ത് മീറ്ററിലാണ് പറയാ, ടൈം സെക്കൻഡിലാണ് പറയാ. അപ്പൊ SI സിസ്റ്റത്തിലും MKI സിസ്റ്റത്തിലും എന്ത് തന്നെയാണ് വരാ? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് ഫോഴ്സിന്റെ യൂണിറ്റ് വരാം. ഓക്കെ, നമ്മളിപ്പോ പറയുന്നത് SI സിസ്റ്റത്തിലാണ്. SI സിസ്റ്റത്തില് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ തന്നെ വിളിക്കുന്ന വേറെ പേരാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ന്യൂട്ടൺ തന്നെയാണ് യൂസ് ചെയ്യാറ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം ഇയാൾ തന്നെയാണ് എന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇത് SI സിസ്റ്റത്തിൽ. ഇനി MKI സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലോ? MKI സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സിമിലർ ടു SI സിസ്റ്റം ആണ് നമുക്കറിയാം. കാരണം എന്താ? മാസിന്റെ യൂണിറ്റ് MKI സിസ്റ്റത്തിലെ കിലോഗ്രാം ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. SI സിസ്റ്റത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ SI സിസ്റ്റത്തിലും MKI സിസ്റ്റത്തിലും ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അതായത് ന്യൂട്ടൺ ആണ്. MKI സിസ്റ്റത്തിലും SI സിസ്റ്റത്തിലും ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അതായത് ന്യൂട്ടൺ ആണ്. ഇനി ഈ ഫോഴ്സിനെ തന്നെ എനിക്ക് വേറെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം? യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ വേറെ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ്? CGS സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. CGS സിസ്റ്റത്തിൽ എങ്ങനെ ഫോഴ്സിന്റെ യൂണിറ്റ് പറയാം? സെയിം ആയിരിക്കും. CGS സിസ്റ്റത്തിലും MKI സിസ്റ്റത്തിലും ഒക്കെ യൂണിറ്റ് സെയിം ആയിരിക്കും. അല്ല, CGS സിസ്റ്റത്തില് ലെങ്ത് പറയുന്നത് സെന്റിമീറ്ററിലാണ്, മാസ് പറയുന്നത് ഗ്രാംസിലാണ്, ടൈം പറയുന്നത് സെക്കൻഡിൽ തന്നെയാണ്. ടൈമിന് മാറ്റമില്ല. ടൈമിന്റെ യൂണിറ്റ് CGS സിസ്റ്റത്തിലും MKI സിസ്റ്റത്തിലും സെയിം ആണ്. ഓക്കെ, അപ്പൊ CGS സിസ്റ്റത്തിലെ ലെങ്ത് പറയുന്നത് സെന്റിമീറ്ററിലാണ്, മാസ് പറയുന്നത് ഗ്രാംസിലാണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിലാണ്. അപ്പൊ ഇതിന് എന്ത് മാറ്റം വരും? മാസിന്റെ യൂണിറ്റും ആക്സിലറേഷൻ യൂണിറ്റും മാറും. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ഇൻറ്റു ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ്. ഇനി CGS സിസ്റ്റത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ. മാസിന്റെ യൂണിറ്റ് ഇൻറ്റു ആക്സിലറേഷന്റെ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആ യൂണിറ്റ്സ് ഏത് സിസ്റ്റത്തിലായിരിക്കണം? CGS സിസ്റ്റത്തിലായിരിക്കണം. അപ്പോ ഫോഴ്സിന്റെ CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മാസിന്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ഇൻറ്റു ആക്സിലറേഷന്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ സെയിം തന്നെ. മാസിന്റെ യൂണിറ്റ് ഇൻറ്റു ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തത് SI സിസ്റ്റത്തിലാണ്. CGS സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ CGS സിസ്റ്റത്തിൽ ചെയ്യണം. മാസിന്റെ യൂണിറ്റ് ഏത് സിസ്റ്റത്തില്? CGS സിസ്റ്റത്തില്. CGS സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് ഇൻറ്റു എന്ത് ചെയ്യണം? CGS സിസ്റ്റത്തിലെ ആക്സിലറേഷന്റെ യൂണിറ്റ് ചെയ്യണം. CGS സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു CGS സിസ്റ്റത്തിലെ മാസ് ഗ്രാംസിലാണ് പറയാം. അപ്പൊ CGS സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ മാസിന്റെ യൂണിറ്റ് ഇൻറ്റു ആക്സിലറേഷന്റെ യൂണിറ്റ്. ആക്സിലറേഷന്റെ യൂണിറ്റ് CGS സിസ്റ്റത്തിൽ എന്തായിരിക്കും? ആക്സിലറേഷൻ യൂണിറ്റ് നമുക്കറിയാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സെക്കൻഡ് സ്ക്വയർ മാറില്ല. കാരണം എന്താ? MKI സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലും ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് തന്നെയാണ്. അപ്പൊ അതിന് മാറ്റില്ല. ആരേ മാറുള്ളൂ? മീറ്റർ മാത്രമേ മാറുള്ളൂ. കാരണം MKI സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ CGS സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ മീറ്റർ എന്തായിട്ട് മാറും? സെന്റിമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ ഫോഴ്സിന്റെ യൂണിറ്റ് CGS സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ കിലോഗ്രാം എന്നുള്ളത് ഗ്രാം ആവും, മീറ്റർ എന്നുള്ളത് സെന്റിമീറ്റർ ആവും. സെക്കൻഡിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? സെക്കൻഡ് മാറില്ല. കാരണം എന്താ? MKI സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലും ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ MKI സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിൽ തന്നെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്?
ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇനി സി ജി എസ് സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സി ജി എസ് സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈൻ എന്ന് പറയുന്നത്. സി ജി എസ് സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് ഡൈൻ. എം കെ എ സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. സി ജി എസ് സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് അതായത് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? ഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡൈൻ എന്താണെന്ന് മനസ്സിലായി, ന്യൂട്ടൺ എന്താണെന്ന് മനസ്സിലായി. ഇത് രണ്ടും എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ്സ് ആണ്. പക്ഷെ എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ പറയുന്നതാണ്. അതായത് ഇതൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ പറയുന്ന യൂണിറ്റ് ആണ്, ഇത് വേറെ സിസ്റ്റത്തിൽ പറയുന്ന യൂണിറ്റ് ആണ്. എം കെ എ സിസ്റ്റത്തിലും എസ് ഐ സിസ്റ്റത്തിലും പറയുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സി ജി എസ് സിസ്റ്റത്തിൽ പറയുന്ന യൂണിറ്റ് ആണ് ഇത് ഡൈൻ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വിളിക്കുന്ന വേറെ പേരാണ് ഡൈൻ എന്ന് പറയുന്നത്. ഇനി ഇവർ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഇത് രണ്ടും ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഇത് രണ്ടും എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റുകൾ തന്നെയാണ്. നമുക്ക് ഈ യൂണിറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. കാരണം എന്താ? ഇപ്പോ ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്ക് മീറ്ററിൽ പറയാം, സെന്റിമീറ്ററിൽ പറയാം. രണ്ടും ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. പക്ഷെ മീറ്ററിനെയും സെന്റിമീറ്ററിനെയും നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം. ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം, ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഒരേ ക്വാണ്ടിറ്റീനെ തന്നെ ഡിഫറെന്റ് യൂണിറ്റ്സിൽ പറയാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റ്സിനെ പരസ്പരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ലെങ്ത്തിന് രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിൽ പറയുമ്പോൾ ആ രണ്ട് യൂണിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്? കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സിന് ഞാനിപ്പോ എന്ത് ചെയ്തേക്കാണ്? രണ്ട് ഡിഫറെന്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിൽ പറഞ്ഞേക്കാണ്. ഫോഴ്സിന് എനിക്ക് ന്യൂട്ടണിൽ വേണമെങ്കിൽ പറയാം, ഡൈനിൽ വേണമെങ്കിൽ പറയാം. ഇവർ തമ്മിൽ അപ്പൊ എന്തുണ്ടായിരിക്കും? ഒരു റിലേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതായത് എൻ കെ സിസ്റ്റത്തിനെ സി ജി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് എൻ കെ സിസ്റ്റത്തിൽ നമുക്ക് ഒരു യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സി ജി സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ എം കെ സിസ്റ്റത്തിലെ യൂണിറ്റിനെ സി ജി സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് ന്യൂട്ടന്റെ ഡൈനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ന്യൂട്ടൺ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഞാൻ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാം. കാരണം കിലോഗ്രാമിന് പകരം സി ജി എസ് സിസ്റ്റത്തിൽ എന്താണ്? ഗ്രാം ആണ്. അപ്പൊ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കാൻ ഞാൻ എന്താണ് ചെയ്യുക? കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻³ അതായത് ഇൻറ്റു 1000 ആണ് ചെയ്യുക. അപ്പൊ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു 1000 ചെയ്തു. ഇവിടെ ഞാൻ 1 എഴുതാനാണ് നമ്മൾ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഇൻറ്റു എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതാം. അപ്പൊ 1 ഇൻറ്റു 1000 ചെയ്യും. അപ്പൊ കിലോഗ്രാമിന്റെ പോർഷൻ കഴിഞ്ഞു. കിലോഗ്രാമിനെ ഞാൻ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മീറ്റർ. മീറ്ററിന് ഞാൻ ഇതിലേക്ക് മാറ്റാം. സി ജി എസ് എന്താണ്? സെന്റിമീറ്റർ ആണ്. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ ഞാൻ എന്താ ചെയ്യാം? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 100 ആണ് ചെയ്യുക. ഇൻറ്റു 10⁻² അല്ലെങ്കിൽ ഇൻറ്റു 100. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ ഞാൻ ഇൻറ്റു 100 ചെയ്തു. ഓക്കെ, അപ്പൊ കിലോഗ്രാം കഴിഞ്ഞു, മീറ്റർ കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് ആണ്. സെക്കൻഡിനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എൻ കെ സിസ്റ്റത്തിലും സി ജി സിസ്റ്റത്തിലും സെക്കൻഡ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിലാണ്, സെയിം ആണ്. യൂണിറ്റ് സെയിം ആണ് രണ്ട് സിസ്റ്റത്തിലും. അപ്പോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ഞാൻ ടോട്ടൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 1000 ഇൻറ്റു 100 അതായത് 10⁻5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഇതിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യാം. ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇതെന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 ന്യൂട്ടൺ ആണ്. ഈ 1 ന്യൂട്ടനെ ഡൈനിലേക്ക് എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതായത് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 1000 ഇൻറ്റു 100 അതായത് 10⁻5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിലേക്ക് മാറ്റാം? ന്യൂട്ടനെ ഡൈനിലേക്ക് മാറ്റാം. അതായത് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? 10⁻5 ഡൈൻസ് ആണ്. ഓക്കെ, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁻5 ഡൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 10 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ന്യൂട്ടൺ 10⁻5 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ 10 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ഇൻറ്റു 10⁻5 ടൈംസ് ആയിരിക്കും. 20 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ഇൻറ്റു 10⁻5 ടൈംസ് ആയിരിക്കും. അല്ലെ, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 ഇൻറ്റു 10⁻5 ടൈംസ് ആണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 ഇൻറ്റു 10⁻5 ടൈംസ് ആണ്. 2 ന്യൂട്ടൺ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻5 ടൈംസ് ആയിരിക്കും. 20 ന്യൂട്ടൺ എന്ന് പറയുന്നത് 20 ഇൻറ്റു 10⁻5 ടൈംസ് ആയിരിക്കും. അപ്പൊ ന്യൂട്ടനെ എങ്ങനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഡൈൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് എൻ കെ സിസ്റ്റത്തിൽ നിന്ന് സി ജി സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. എൻ കെ സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സി ജി സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ വർക്കിന്റെ യൂണിറ്റ് ആണ്. വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്
ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. കാരണം എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? മാസിന്റെ ആക്സലറേഷൻ ആണ്. കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ്. ആക്സലറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ വർക്കിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ്, അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ആയ മീറ്റർ. അതായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ്, വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏത് സിസ്റ്റത്തില്? MKA സിസ്റ്റത്തിൽ അല്ലെങ്കിൽ SI സിസ്റ്റത്തിൽ. കാരണം MKA സിസ്റ്റത്തിലും SI സിസ്റ്റത്തിലും മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പോ MKA സിസ്റ്റത്തില് വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിനെ തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ജൂൾ എന്ന് പറയുന്നത്. അതായത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ MKA സിസ്റ്റത്തിൽ അല്ലെങ്കിൽ SI സിസ്റ്റത്തിലുള്ള ഈ യൂണിറ്റ്, അതായത് ജൂൾസിനെ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ ഏതിലേക്ക് മാറ്റാൻ പോവാണ്? CGS സിസ്റ്റത്തിലേക്ക് മാറ്റാനായിട്ട് പോവാണ്. CGS സിസ്റ്റത്തിൽ എന്തായിരിക്കും യൂണിറ്റ്? വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാമിൽ വരും, ഗ്രാം വരും, മീറ്ററിൽ വരും, സെന്റിമീറ്റർ വരും. സെക്കൻഡ് മാറ്റുണ്ടാവും? ഇല്ല. ടൈമിന്റെ യൂണിറ്റ് രണ്ട് സിസ്റ്റത്തിലും സെയിം ആണ്. അപ്പൊ CGS സിസ്റ്റത്തിൽ വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാമിന് വരും ഗ്രാമും, മീറ്ററിന് വരും സെന്റിമീറ്റർ. അപ്പൊ ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ തന്നെ വിളിക്കുന്ന വേറെ പേരാണ് എർഗ് എന്ന് പറയുന്നത്. അതായത് MKA സിസ്റ്റത്തില് വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ തന്നെ വിളിക്കുന്ന വേറെ പേരാണ് ജൂൾ എന്ന് പറയുന്നത്. ദെൻ CGS സിസ്റ്റത്തിലെ വർക്കിന്റെ യൂണിറ്റ് ആണ് ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന വേറെ പേരാണ് എർഗ് എന്ന് പറയുന്നത്. അതായത് MKA സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ദെൻ CGS സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ് എർഗ് ആണ്. ഇനി ഈ രണ്ടാൾക്കാരും കണക്ട് ചെയ്യണം. അതായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമുക്ക് ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ജൂൾസിനെ എർഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഞാൻ എർഗിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോഗ്രാമിനെ ആരിലേക്ക് കൺവേർട്ട് ചെയ്യണം? കാരണം അല്ലെങ്കിൽ എർഗിൽ അല്ലെങ്കിൽ CGS സിസ്റ്റത്തിൽ കിലോഗ്രാമിന് പകരം എന്താണ്? ഗ്രാം ആണ്. അപ്പൊ കിലോഗ്രാമിനെ ഞാൻ ആദ്യം ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്താണ്? × 10⁻³ അല്ലെങ്കിൽ × 1000 ആണ്. ഇതിനടുത്ത് ഞാൻ ആരെ കൺവേർട്ട് ചെയ്യണം? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു മീറ്റർ അല്ല, മീറ്റർ സ്ക്വയർ ആണ്. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്താൽ മതി. ഇവിടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ഒരു വട്ടം കൂടെ × 100 ചെയ്യാം. ഓക്കെ, മീറ്ററിനെ, കാരണം 2 മീറ്റർ ഉണ്ട്. ആദ്യത്തെ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ × 100 ചെയ്യും. രണ്ടാമത്തെ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ ഞാൻ × 100 ചെയ്തു. അതായത് മൊത്തം ഞാൻ എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി ഇത്രയും പോർഷൻ മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എത്ര? 10,000 കൊണ്ട് 10⁻⁴ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി സെക്കൻഡ് മാറ്റണോ? സെക്കൻഡ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ടോട്ടല് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 1000 × 100 × 100, അതായത് 10⁻⁷. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് 10⁻⁷ × ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ × എർഗ് ആണ്. അല്ലെങ്കിൽ 1 ജൂൾ എന്ന് പറയുന്നത് 1 × 10⁻⁷ എർഗ് ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 1 × 10⁻⁷ എർഗ് ആണ്. ഇങ്ങനെയാണെങ്കിൽ 2 ജൂൾസ് എന്ന് പറയുന്നത് 2 × 10⁻⁷ എർഗ് ആയിരിക്കും. ദെൻ 20 ജൂൾസ് എന്ന് പറയുന്നത് 20 × 10⁻⁷ എർഗ്സ് ആയിരിക്കും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.